എന്തായാലും ഇതുപോലത്തെ കാറുകളെല്ലാം ബീറ്റൽ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ഇവിടെ. നമ്മുടെ പ്രൊട്ടക്ഷന് വേണ്ടി അടുത്ത പോലീസുകാരനെത്തി. അദ്ദേഹം ഒരു ബൈക്ക് നോക്കിക്കേ, അടിപൊളിയല്ലേ, മഞ്ഞ നമ്പർ പ്ലേറ്റ്. പക്ഷെ അത് പ്രൈവറ്റ് ആണേ. വരുന്ന വഴിക്ക് സെക്കൻഡ് ഹാൻഡ് സൈക്കിളിന്റെ ഒരു ഷോറൂം ഉണ്ട് കേട്ടാ. എല്ലാം ജപ്പാന്റെ സൈക്കിളാണ്. അത് ഭയങ്കര ഒരു പ്രത്യേകത ഉണ്ടാ. ടച്ച് ആൻഡ് ട്രാവൽസിന്റെ ശ്രീലങ്കയിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ, നമ്മുടെ അവിടുത്തെ പോലെ ലൈൻ വിട്ടുള്ള കളിയൊന്നുമില്ല റോഡിൽ. എല്ലാവരും ഇങ്ങനെ നല്ല കറക്റ്റായിട്ട് ആ ഇടതുവശത്തെ ലൈനിൽ നിന്ന് അപ്പുറത്തേക്ക് ഓവർടേക്ക് ചെയ്ത് കയറാറ് പോലുമില്ല. അതൊരു ഭയങ്കര ഒരു ഡിസിപ്ലിനാണ് കേട്ടോ. നമ്മുടെ അവിടെയാണെന്നുണ്ടെങ്കിൽ ശ്യാമ് മൂട്ടക്കാർ ഫോട്ടോ എടുക്കുന്നു. മൂട്ടക്കാരനാ താരാ. എന്തായാലും ഇതുപോലത്തെ കാറുകളെല്ലാം ബീറ്റൽ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ഇവിടെ. ശ്യാമ് നടന്ന് വീഡിയോ എടുക്കണേ. ഏയ് നോക്ക് നോക്ക്. വേറൊരു സംഭവം ഉണ്ട് കേട്ടോ. ഈ ക്യൂ ചെന്നിട്ടേ നേരെ പച്ചക്കറിയാണ് ഇവിടെ കൊടുക്കണ ഫ്രീ ആയിട്ട്. ഇന്നത്തെ ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിട്ട് ബുദ്ധിസ്റ്റുകൾ പച്ചക്കറി ഇങ്ങനെ ഇതുണ്ടല്ലേ, ഓരോ കവറിലാക്കിയിട്ട് കൊടുക്കുകയാണ്. ഇത്ര ഉണ്ടാവും കേട്ടോ കിറ്റില്. ഈ കാണുന്നതേ നാഷണൽ റെയിൽവേ മ്യൂസിയം ഉണ്ടാ. നമുക്കൊന്നും എല്ലാം കാണാം. ഇത് നോക്കിയേ, ഒരു പഴയ ട്രെയിനാണേ. നോക്കിക്കേ, ഇത് നോക്കിയേ, ആവി എഞ്ചിനാണേ. കാണാൻ പറ്റണ്ട. ഇതിൻ്റെ ചരിത്രം നമുക്കൊന്ന് നോക്കാം. ഇത് എന്താ ചരിത്രം എന്നറിയോ? 1920 ഇംഗ്ലണ്ടിൽ നിന്ന് കൊണ്ടുവന്ന ആവി എഞ്ചിനാണിത്, കപ്പൽ മാർഗം. എന്നിട്ട് ഇവിടെ തേയിലയും ആളുകളെല്ലാം കയറ്റാനായിട്ട് ഉപയോഗിച്ചിരുന്ന എഞ്ചിനാണിത്. അതിൻ്റെ വീല് ഇപ്പം മലനാടുകളിലൊക്കെ കയറി ഇറങ്ങുന്ന ട്രെയിൻ ആയതുകൊണ്ട് ഇതിന് കൊടുത്തേക്കണ ഇത് കണ്ടില്ലേ, മില്ലിങ്. അയ്യോ ഇപ്പോൾ വീണേനെ. ഇതേ നോക്കിയേ, അതിൻ്റെ മില്ലിങ്. പിന്നെ അതേ ഇതിൻ്റെ കമ്പാർട്ട്മെൻറ്റ് കണ്ടില്ലേ, ഇത് തടി കൊണ്ട് ഉണ്ടാക്കിയത്. ഇത് നോക്കിയാൽ നേരത്തെ കാണിച്ചതുപോലെ തന്നെ തടിയുടെ ബോഗി, അതായത് തടിയുടെ ബോഡിയാണ് ഈ കാണുന്നത് മുഴുവൻ. കണ്ടില്ലേ, ഭയങ്കര പഴക്കമുണ്ട്. 1920 അതായത് 100 വർഷം 125 വർഷം പഴക്കമുള്ള ട്രെയിനാണ് കേട്ടോ ഇത്. അപ്പോൾ ഇവർ ഇത്രയും നാളായിട്ട് ഇത് സൂക്ഷിച്ചിരിക്കണം എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് അത്ഭുതപ്പെടാൻ പറ്റിയ ഒരു സംഭവമാണ്. അതുപോലെ ഇതിൻ്റെ ക്രെയിൻ കണ്ടില്ലേ, എല്ലാം കൈ കൊണ്ട് കറക്കണ സംഭവമാണ്. ഇവിടെ ഒരു കൈ കൊണ്ട് കറക്കണ ഒരു ലിവർ ഉണ്ട് കേട്ടോ. ഈ ലിവറിൽ പിടിച്ച് കറക്കി കഴിഞ്ഞാൽ ഈ ക്രെയിനിൻ്റെ ചങ്ങല ഇങ്ങനെ റോളാവും. അവിടെ നിന്ന് നമ്മുടെ ഈ ചെയിൻ പുള്ളി ഇല്ലേ, വിഞ്ച്, അതേപോലത്തെ പണിയാണ്. അപ്പോൾ അന്നത്തെ കാലത്ത് ഇതുപോലെയുള്ള കണ്ടുപിടുത്തങ്ങളെല്ലാം കാണുമ്പോഴേ ശ്രീലങ്കക്കാരുടെ ആ ഒരു അത്ഭുതം നിറഞ്ഞുള്ള ഒരു മനസ്സൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇപ്പം തന്നെ ഇത് ഇങ്ങനെയൊക്കെ കാണുമ്പോൾ നമുക്ക് എന്തോ പോലെ അല്ലേ ആ കണ്ടുപിടുത്തങ്ങൾ. അപ്പോൾ ഇത് നോക്കിക്കേ, ആവി എഞ്ചിനിൽ കറങ്ങണ വീല്, ഇവിടെ നിന്ന് സ്റ്റീം ഇതിലേക്ക് വന്നിട്ട് ഇതിൽ നിന്നാണ് പവർ ഈ വീലിലേക്ക് കൊടുക്കണത്. ഇതൊക്കെ പണ്ട് കാലത്ത് എത്ര ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇതൊക്കെ കാണാൻ പറ്റിയതിൻ്റെ വലിയൊരു ഭാഗ്യമുണ്ടാ. ഈ സൈഡിലും അങ്ങനെയൊക്കെ തന്നെ. ഇതിൻ്റെ ചുറ്റിന് ഇതുണ്ടല്ലേ, ഒരു ആർച്ച് പോലെ, കർവ് പോലെയുള്ള ഫ്രണ്ട് ഭാഗമാണ്. എന്തായാലും ഇതിൻ്റെ മുമ്പിൽ നിന്നൊരു സെൽഫി എടുത്തേക്കാം. അടുത്ത പോലീസുകാരൻ എത്തിയിട്ടാ നമ്മുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്. ഇദ്ദേഹത്തിൻ്റെ പേര് സഞ്ജീവ് എന്നാണ്. അപ്പോൾ ഇനി ഇവരുടെ പോലീസ് സ്റ്റേഷൻ പരിധി വരെ നമ്മുടെ കൂടെ ഉണ്ടാവും. അടുത്ത പോലീസ് സ്റ്റേഷനിലെ പരിധിയിലേക്ക് നമ്മൾ അങ്ങോട്ട് ഹാൻഡ് ഓവർ ചെയ്യുന്നതാണ്. ഈ കാണുന്ന റോഡ് കണ്ടില്ലേ, ഇത് ക്യാൻറ്റീനിൽ നിന്ന് കൊളംബോയിലേക്കുള്ള റോഡാണ് കേട്ടോ. ഇതിന് 109 കിലോമീറ്റർ ആണ് ഇവിടെ നിന്ന് അവിടത്തോളം നീളം. 1832 ഇംഗ്ലണ്ടിൽ നിന്ന് വന്ന ക്യാപ്റ്റൻ വില്യം ഫ്രാൻസിസ് ഡൗൺസൺ എന്ന എഞ്ചിനീയറാണ് ഈ റോഡ് ഉണ്ടാക്കിയത്. അപ്പോൾ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ആർക്കിയോളജി ഇദ്ദേഹത്തിന്റെ പേരിൽ ഓർമ്മയ്ക്കായിട്ട് നിർമ്മിച്ച ടവറാണ് ഈ കാണുന്നത്. അദ്ദേഹം 1929 കൊളംബോയിൽ വെച്ച് പാമ്പ് കടിയേറ്റാണ് മരിച്ചത്. ഉള്ളിൽ കയറാനുള്ള അനുവാദം ഇല്ല. ആ ബോർഡിലെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ പോലീസുകാരനോട് ചോദിച്ചപ്പോ പറഞ്ഞേ കേറിക്കോ, അവര് താഴത്ത് നിക്കാം, നിങ്ങൾ പോയി കണ്ടു എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ എന്തായാലും അങ്ങനെ ഒരു അനുവാദം കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേനും കയറി കാണാന്ന് കരുതി. അപ്പം മുകളിലോട്ട് കുറച്ച് സ്റ്റെപ്പ് ഉണ്ട്.
ഈ സ്റ്റെപ്പ് എല്ലാം കയറി മുകളിലോട്ട് ചെല്ലുമ്പോ ഉണ്ടല്ലോ, ഇവിടെ ഷീറ്റ് കൊണ്ട് ആരും കയറാതിരിക്കാനും ഈ തെരുവ് നായ്ക്കളും ഒന്നും കയറാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ മറച്ചു വെച്ചിട്ടുണ്ട് കേട്ടാ. പോലീസുകാരോട് ഒന്നുകൂടി ചോദിച്ചപ്പോ പുള്ളിക്കാരൻ പറഞ്ഞാൽ കയറിക്കോ, കുഴപ്പമില്ല, ഞങ്ങളിവിടെ നിന്നോളാന്ന് പറഞ്ഞു. അപ്പൊ എന്തായാലും അങ്ങനെ അനുവാദം കിട്ടി കഴിയുമ്പോൾ നമുക്കിത് കാണാം. കണ്ടില്ല, അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ചരിത്രങ്ങളും എല്ലാ കാര്യങ്ങളും എല്ലാം. ഇതിനകത്തല്ലേ 111 സ്റ്റെപ്പ് ഉണ്ട്. സ്പൈറൽ സ്റ്റെയർ എന്ന് പറയൂലേ, നമ്മള് സിഗിരിയിൽ കണ്ട പോലത്തെ ഇങ്ങനെ കറങ്ങി 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 കയറണം. അത് 111 ഉണ്ടെന്ന് തടിയിട. ഇത്രയും വർഷമായതുകൊണ്ട് അദ്ദേഹം 1929 മരിച്ചത്. അപ്പൊ 1929 ശേഷമാണ് ഈ ടവർ ഇവിടെ ഉണ്ടാക്കിയത്. അപ്പൊ അത്രയും 100-125 കൊല്ലം പഴക്കമുള്ളത് കൊണ്ടിട്ട് ഇപ്പൊ ഇതിന്റെ അകത്തേക്ക് സ്റ്റെപ്പ് വഴി കയറാൻ ആരെയും അനുവദിക്കില്ല. കാര്യം എങ്ങാനും ഇടിഞ്ഞു പൊളിഞ്ഞു വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ബാക്കിയൊന്നും കാണൂല. അപ്പൊ ഇതിന്റെ 4 വശത്തും ആകെ കൂടി ഉള്ളത് ഈ ഒരു വഴിയാണുള്ളത്. ഈ വഴിയാണെങ്കിൽ ഒരു 6-6.5 അടി ഹൈറ്റേ ഉള്ളു. ജസ്റ്റ് മുട്ടിയില്ലെന്ന് പറഞ്ഞിട്ട് പോകും നല്ല ഹൈറ്റ് ഉള്ള ആൾക്കാർ. അപ്പോൾ ഇതിന്റെ പുറത്തോട്ടൊക്കെ വന്നു കഴിയുമ്പോൾ ഇവിടെ പെയിന്റ് എല്ലാം പോയി ആകെ പായലൊക്കെ എഴുതാൻ പിടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോ ഇതിന്റെ അങ്ങോട്ട് നോക്കിയാലും നല്ല പൂന്തോട്ടം പോലെ ഒരു നല്ല ഭംഗിയായിട്ട് ഒരുക്കിയിട്ടുണ്ട്. പിന്നെ ഇങ്ങോട്ട് നോക്കിയാലും എല്ലാ വശത്തോട്ടും നല്ല ഭംഗിയില് വൃത്തിയിലൊക്കെ സൂക്ഷിച്ചിട്ടുണ്ട് കേട്ടാ. മൊത്തം ഇതിനകത്ത് ആരും അങ്ങനെ കയറാറില്ല, ഇവര് ആരും കയറ്റാറില്ലെന്നാ പറഞ്ഞ. അപ്പൊ താഴത്തോട്ട് നോക്കി കഴിഞ്ഞപ്പോ ലെനിൻ ചേട്ടനും ശ്യാമും കൂടെ ആ പോലീസുകാരുടെ അടുത്തുനിന്ന് ഇങ്ങനെ സംസാരിച്ചിട്ട് നിൽക്കണേണ്. എന്താ വിഷയം എന്ന് പറഞ്ഞിവിടെ ഭയങ്കരമായിട്ട് കയ്യൊക്കെ ആംഗ്യം കാണിച്ച് സംസാരിക്കുന്നുണ്ട്. അപ്പോ അടുത്ത് ചെന്ന് നോക്കി കഴിഞ്ഞപ്പോഴാണ് ഇവര് പറയണത് ഈ ബൈക്കിനെ പറ്റിയാണ് ഈ സംസാരിക്കണത്, അവരുടെ ബൈക്കിനെ. അപ്പൊ ആ ഒരു വിശേഷമാണ്. അപ്പൊ അത് നമുക്ക് എന്താണെന്നൊന്ന് കേട്ട് നോക്കാം പറയണത്. എന്നോട് പോലീസുകാരനെ, ആ കാണുന്ന പോലീസുകാരൻ എന്നോട് ചോദിക്കണേ, കുടുംബം ഉണ്ടാ ഇങ്ങനെ കറങ്ങി നടക്കണത്, കുഴപ്പമൊന്നുമില്ലേ? മഴ പൊടിയനുണ്ട്, ഇവര് സംസാരം കേക്കാട്ടാ. ഈ ബൈക്കിനെ പറ്റിയാ സംസാരിക്കണം. ഈ ബൈക്കിനെ നമ്മുടെ നാട്ടിൽ പുതിയതിന് 80,000 രൂപയല്ലേ ഉള്ളു. ഇവിടെ വരുമ്പോൾ 7.5 ലക്ഷം വരും. നമ്മുടെ 125 ബജാജ് ഡിസ്കവർ 125 ആണിത്. അങ്ങോട്ട് നോക്കിയേ, പാറ പൊട്ടിച്ചിട്ടേ ഒരു വഴി ഉണ്ടാക്കിയേക്കണ്. അതൊരു ഹോട്ടലിലേക്കാണ് കേട്ടോ. പ്രൈവറ്റ് ഏരിയ ആണ്. എന്നിട്ട് കറക്റ്റായിട്ട് ആർച്ച് വന്നിട്ട് കിടക്കണുണ്ടാ. നല്ല ഭംഗിയല്ലേ. ഈ ക്ലൈംബ് ഇറങ്ങി വരികയാണ് ഞങ്ങൾ, ഡൗൺ ഹില്ലായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കണ്ട കാഴ്ച അന്നേരം നിർത്തി ഒരു വീഡിയോ എടുക്കാമെന്ന് കരുതി. ക്യാൻറ്റീന്ന് കൊളംബിയയിലോട്ട് പോകുമ്പോഴേ നല്ല ഇറക്കമുള്ള, ആ ഇറക്കം ഇറങ്ങി വന്നപ്പോൾ പെട്ടെന്നൊരു വ്യൂ പോയിന്റ് കണ്ട്. അതപ്പം തന്നെ നിർത്തി ആ വീഡിയോ അങ്ങനെ എടുക്കണതാണ്. ശ്യാമും വീഡിയോ എടുക്കുന്നുണ്ട്, ലെനിൻ ചേട്ടൻ അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നു. ബൈക്ക് റൈഡേഴ്സൊക്കെ ഇവിടെ വരുന്നുണ്ട് കേട്ടോ. ഒരു കാറ് കിടക്കണുണ്ട, മുള്ളാത്തയാണ്, മുള്ളാത്ത. വില എത്രയാന്ന് വെച്ചാൽ പുള്ളിനോട് വില പറയാനുള്ള മനസ്സിലാവുള്ള എത്രയാണ്. നമ്മുടെ നാട്ടിൽ വിശ്വസിക്കുന്നത് ഈ കുട്ടികളുണ്ടാവാത്ത പെണ്ണുങ്ങളില്ലേ, എത്രയാണെന്ന് അറിയില്ല, ചോദിച്ചോ. ലെഞ്ചേട്ടാ കാൽക്കുലേറ്റർ എടുത്തിട്ടേ ഒന്ന് കാണിച്ചു കൊടുത്തു. അത് പുള്ളിക്കാരനോട് ടൈപ്പ് ചെയ്യാൻ പറ. അവനതും അറിയില്ലെന്ന് തോന്നുന്നു, കാൽക്കുലേറ്റർ കുത്താനും അറിയില്ല. റേറ്റ് 800 കിലോ 800 1000. ഓ, അപ്പോൾ വില കൂടുതലാണല്ലേ. അപ്പോൾ നമുക്ക് കഴിക്കണ്ട. പീസ് സാമ്പിൾ ആ, അപ്പോൾ ഓപ്പൺ ചെയ്താൽ മേടിക്കേണ്ടി വരും. ഏത് വേണം, മേടിക്കാമല്ലോ ഒരെണ്ണം. നോക്കാം, പഴുത്ത നോക്കി എടുക്കാൻ പറയും. ആ മുകളിലിരിക്കണം, നല്ല മഞ്ഞയാണ്. എന്താന്ന് അറിഞ്ഞൂടാ. എന്തായാലും നമ്മുടെ അവിടെ തന്നെക്കാളും വലിപ്പമുണ്ട് ഇതിന്. 800 രൂപ 1000 രൂപ അങ്ങനെയൊക്കെയാണ് പറയണത്. എന്തായാലും ഒരെണ്ണം കഴിച്ചു നോക്കാമെന്ന് വിചാരിക്കും.
ആ ദാറ്റ്സ് ഫൈൻ. അത് കൊള്ളൂല കേട്ടാ. അതല്ല അതല്ല അവർ തന്നെ എടുക്കട്ടെ, അവൻ നല്ലത് നോക്കി എടുക്കുള്ളൂ. ലെയിൻജറിന്റെ കയ്യിലിരിക്കണ നല്ല മഞ്ഞയല്ലേ? അതിനല്ല വാസനയില്ല അതിന്. വാസനയില്ല? വാസനയാണോ നോക്കണത് ഇനി? അതിന് നല്ല വാസനയുണ്ട്. ഓ അങ്ങനെയാണല്ലോ വരണേ അല്ലേ? അതേട്ടാ, ഇത് വാസന കേട്ടാ. ഇല്ലേ? ഉണ്ടാവൂല കേട്ടോ. ശ്രീലങ്ക ആ അവൻ വെട്ടണുണ്ടേ. ഇതെങ്ങനെ പൊളിക്കണേന്ന് നോക്കാം. ആ ഓ അതിൻ്റെ ഉള്ളിൽ വേറെ ഉണ്ടെന്ന്. ഒരെണ്ണം അല്ലട്ടാ. ആ ഓ അത് പൊളിച്ചെടുക്കണോട്ടാ. ഇത് തന്നെയാണോ നമ്മുടെ അവിടുത്തെ? ഇതിൻ്റെ ഉള്ളിൽ ഓടി ഉണ്ടാവില്ല. ആ ഇത് നല്ല സോഫ്റ്റ് ഉണ്ട് കേട്ടോ സാധനം. എന്തായാലും കഴിച്ചു നോക്കാം. കൊള്ളോട്ടാ. ഇതിലൊരു കുരുവുണ്ടേ. കൊള്ളാം. എന്തായാലും 800 രൂപ ഇതിന്. നമ്മുടെ നാട്ടിലെ മൂന്നാർ പോലെയൊക്കെ തന്നെ ഒരു ബുദ്ധൻ്റെ പ്രതിഫലിക്കണത് നോക്കി. സൂപ്പറാണല്ലോ. മൂന്നാർ പോയിട്ട് വരില്ലേ അടിമാലി റൂട്ട്, അതേപോലെ നോക്കി ചെരുപ്പില് ചേട്ടാ പറന്നിറങ്ങനുണ്ടാ ചേട്ടാ. മുള ഈ ഒരു കയ്യില് സൈക്കിളും ഒരു കയ്യില് ക്യാമറയും പിടിച്ചിട്ടുള്ള ഈ പോക്കണ്ടല്ലോ, ഇത്തിരി ഡേഞ്ചർ ആണ്. എന്നാലും വേറെ മാർഗമൊന്നുമില്ല. ഇനിയുള്ള ട്രിപ്പിൽ ഞാൻ എന്തായാലും തലയിൽ വെക്കണ ക്യാമറയും അതും ഇതൊക്കെ വാങ്ങിക്കണമെന്നൊരു ആഗ്രഹം. വരുന്ന വഴിക്ക് സൈക്കിളിൻ്റെ ഒക്കെ ഒരു സെക്കൻഡ് ഹാൻഡ് ഷോപ്പ് കണ്ടുട്ടാ. ഇവിടെ സൈക്കിളിൻ്റെ മാത്രമല്ല പഴയ കാറും ഇവിടെ കിടപ്പുണ്ട്. ഹലോ സർ പ്ലീസ്. ഇവർക്ക് തമിഴ് അറിയാട്ടെ. ഇവരുടെയാണ് ഈ ഷോപ്പ്. പേര് അജാർ. ഇതിക്കൂടെ വില ഒന്ന് ചൊല്ലിക്കൊടുക്കുമോ? ഇത് എവ്വളോ പഴക്കം ഇരിക്കും തെയ്യുമോ? ജപ്പാൻ. ആ എല്ലാം ജപ്പാൻ്റെ ബൈക്കാണ് ഇരിക്കണം മുഴുവനും. അപ്പോൾ ഇത് സ്റ്റാർട്ടിങ് 20,000 ആണ് സ്റ്റാർട്ടിങ് വരുന്നത്. 1 lakh. ഏതാ 1 lakhന്റെ സൈക്കിള്? ഇതൊക്കെ എന്നാ കനേഡിയൻ. ആ ഓ 85,000 ലാസ്റ്റ്. കാർബൺ നോട്ട് കാർബൺ, ദിസ് ഈസ് അലോയ്. അലോയ് ആണ്. ആ ആ ഓക്കെ. ഇത് 1 lakh. 85. 1 lakh ഏതാ? ഓ വേറെ ഷോറൂം ഇരിക്കാം. ആ അപ്പം അങ്ങനെ വേറെ ഷോറൂം ഉണ്ട്. സ്റ്റാർട്ടിങ് പ്രൈസ് ഓക്കെ. ആ ജയൻറ്റിൻ്റെ ഇതാണ് കേട്ടോ. ജയൻറ്റിൻ്റെ സൈക്കിളുകളെല്ലാം ഇരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള വിശേഷമൊക്കെ നോക്കാം. കയറി ചേട്ടാ. ഇത് കാർക്ക് എവ്വളോ ഇത്? 43 lakhs. എത്ര വർഷം പഴക്കം ഇരിക്കുന്നത്? 25 പഴക്കം ഇരിക്കും. നിസാൻ ഏതേത്? ആ നിസാൻ FB50 ആണ് കേട്ടോ. 40 lakh. 43 lakh ഇതിന് ചോദിക്കുന്നത് കേട്ടോ. എന്തൊരു വിലയെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ അവിടുത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. ഇതെല്ലാം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടുത്തെ സെക്കൻഡ് ഹാൻഡിൻ്റെ ഒരു വാല്യൂ. ആ അതെ സണ്ണിയാണ് കേട്ടോ. EX സലൂൺ സോറി കേട്ടോ നിസാൻ്റെ.
ഇവിടെ എത്ര ശ്രീലങ്കൻ ഫ്ലാഗ് എല്ലാം ഇവിടെ ഇരിപ്പുണ്ട്. അതുപോലെ സൈക്കിൾ നോക്കിക്കേ, ഇതെല്ലാം ജപ്പാൻ്റെ ആണെന്ന് പറയണം മിക്കതും. അപ്പോൾ നമുക്ക് നമ്മുടെ നമ്മുടെ സൈക്കിളിൻ്റെ ടെക്നീഷ്യൻ മുരുകൻ ഇതൊക്കെ ചിലപ്പോൾ ഉപകാരപ്പെടും. മുരുകന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതെല്ലാം കാണിക്കുന്നത് കേട്ടോ. മുരുകന് വേണ്ടി മാത്രമല്ല, എത്രയിലെങ്കിലും വന്നിട്ട് ഇത് കൊണ്ടുപോകാൻ പറ്റുമെന്നുണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും. ഞാനിവരുടെ ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഴയ സൈക്കിൾ ഇതുപോലത്തെ വിൻറ്റേജ് സൈക്കിളെല്ലാം വേണമെങ്കിൽ അവരത് പാക്ക് ചെയ്ത് നാട്ടിലേക്ക് കയറ്റി അയച്ചു തരുമെന്നാണ് പറയണത്. ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഇവരോട് ചോദിച്ചാൽ മതി. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നത് വരെ ടച്ച് ആൻഡ് ട്രാവൽസിൻ്റെ ബൈ ബൈ.